സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത യാതൊരു വിവരങ്ങളും പുറത്തുവിടരുതെന്നും കേന്ദ്രം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, ഈ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത്, സൈന്യത്തിന്റെ നീക്കങ്ങൾ പുറത്തു പോകുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്രം ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്? എന്താണ് ഈ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലം? വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. കാർഗിലിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജമ്മു കാശ്മീർ പൽഗാവിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സൈനിക നീക്കങ്ങൾ, അതേപോലെ തന്നെ സൈനിക ലൈവുകൾ അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷൻ, ഇതൊന്നും ലൈവായി കവർ ചെയ്യാൻ പാടില്ല. ഇത് 2021 ഇന്ത്യൻ കേബിൾ ആക്ടിൻ്റെ ലംഘനമായി കണക്കാക്കപ്പെടും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലും അല്ലെങ്കിൽ എല്ലാ TV ചാനലുകൾക്കും നൽകിയ നിർദ്ദേശത്തിലുമുള്ളത്. അതായത് 2021 6P പ്രകാരമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഒരു സൈനിക സന്നാഹങ്ങളും അല്ലെങ്കിൽ ഒരു സൈനിക മൂവ്മെൻറ്റുകളും ജമ്മു കാശ്മീരിൽ പകർത്താൻ പാടില്ല. അതേപോലെ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, ജമ്മു കാശ്മീരിൽ മാത്രമല്ല പഞ്ചാബിലും ഇതിൻ്റെ ഉൾപ്പെടെയാണ്. കാശ്മീരിലേക്ക് സൈനിക നീക്കം നടത്തുന്ന യാതൊരുവിധ ഒരു രീതികളും ഇന്ത്യയിൽ നിന്ന് മറ്റു പല ഭാഗത്തും സൈനിക വാഹനങ്ങൾ പുറപ്പെടുന്ന ലൈവ് വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ തീവ്രവാദി ഓപ്പറേഷൻ കാണിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സോഴ്സസുകൾ കൺഫേം ചെയ്തിട്ട് ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥിരീകരണമില്ലാതെ സർക്കാർ അനുകൂല അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത്. ദേശവിരുദ്ധമായി തോന്നുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കും. ഇത്തരം നിബന്ധനകളാണ്, വളരെ 8 നിബന്ധനകളാണ് ഇത് സംബന്ധിച്ച ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്, ഇന്ന് വീണ്ടും അതായത് തീവ്രവാദികളുടെ, അതായത് ലഷ്കർ ഇ തോയ്ബ, അതേപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദികളുടെ വസതികൾ ഇടിച്ചു നിരത്തുന്ന അല്ലെങ്കിൽ സ്ഫോടനം ഉപയോഗിച്ച് നിരത്തുന്ന നടപടികൾ ജമ്മു കാശ്മീർ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എവിടെയും നടന്നിട്ടില്ല. കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല സ്ഥിതിഗതികൾ. ഇപ്പോൾ നമ്മൾ സോഫിയാനിൽ പോയിരുന്നു, അത് കഴിഞ്ഞ് സോഫിയാന് പകരം അടുത്തുള്ള തന്നെ മൊറാൽ പോയിരുന്നു. ഇത് എവിടെയൊക്കെ തന്നെ തീവ്രവാദ ശക്തികൾക്ക് ഏറെക്കാലം മുമ്പ് വളരെയധികം ശക്തിയുള്ള, അല്ലെ ജയ്ഷെ മുഹമ്മദിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോലും ഇത്തരമൊരു തത്സമയ സംരക്ഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ന് 6 മണി മുതൽ പ്രാബല്യത്തിൽ വരും. കാശ്മീരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.